ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമെന്ന് സിബിഐ അന്വേഷണം കൂടി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. വിവാദമായ JPSC പരീക്ഷകൾ റദ്ദാക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. പിന്നാലെ വിദ്യാർത്ഥി നേതാക്കൾ നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരത്തിലെ തുടർ നീക്കങ്ങളും ഇന്ന് തീരുമാനിക്കും. അതിൽ തുടരുന്നുണ്ട്. അതിൽ എന്തായാലും വിദ്യാർത്ഥികളുടെ സമരം വിജയിച്ചിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജാർഖണ്ഡിൽ നിർണായകമായ തീരുമാനം എടുത്തത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ജാർഖണ്ഡ് PSC നടത്തിയിട്ടുള്ള പരീക്ഷകൾ, പ്രത്യേകിച്ച് ക്രമക്കേട് ഉന്നയിക്കപ്പെട്ട ബിരുദം അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ, ഉദ്യോഗാർത്ഥികൾക്കുള്ള പരീക്ഷ, അത് പൂർണ്ണമായും റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രമക്കേട് ആരോപണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിച്ചത്. ദിവസങ്ങൾ നീണ്ട സമരമായിരുന്നു. വിദ്യാർത്ഥികൾ നിരാഹാരം കിടക്കുന്ന സ്ഥിതി ഉണ്ടായി. പല വിദ്യാർത്ഥികളെയും ആശുപത്രിയിലേക്ക് മാറ്റി, സമരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടയ്ക്ക് പല രൂപത്തിലുള്ള സമരമുഖങ്ങൾ നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിയുടെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും കോലങ്ങൾ കത്തിച്ചു. വരുന്ന വ്യാഴാഴ്ച ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ ചേർന്ന ജാർഖണ്ഡിൽ മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനമെടുത്തത്. ഈ വിവാദമായ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കാനുള്ള തീരുമാനം. മറ്റൊന്ന്, സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് ചില പരീക്ഷകൾ നടത്തിയിരുന്നു ഉദ്യോഗ നിയമനവുമായി ബന്ധപ്പെട്ട്. ആ പരീക്ഷകൾ മുഴുവൻ, അതിൻ്റെ ക്രമക്കേടുകൾ പരിശോധിക്കാനും ആവശ്യമായവ റദ്ദാക്കാനും 2014 മുതലുള്ള പരീക്ഷകൾ മുഴുവൻ പരിശോധിക്കാനുള്ള ഉത്തരവ് കൂടി ജാർഖണ്ഡ് സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി നേതാക്കൾ തയ്യാറായത്. ഇനി നടക്കേണ്ടത് CBI അന്വേഷണം സംബന്ധിച്ചുള്ള ഒരു ആവശ്യമാണ്. CBI അന്വേഷണം തൽക്കാലം പ്രഖ്യാപിക്കുന്നില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാടായി വന്നത്. പക്ഷേ CBI അന്വേഷണം കൂടി വേണം എന്ന് വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകും. സമരം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിൽ, ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലാണ് സമരം നടക്കുന്നത്. സമരം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. CBI അന്വേഷണം കൂടി പ്രഖ്യാപിക്കണം എന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ശരി, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.